ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ സാഹചര്യത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഒന്നും നോക്കണ്ട. പ്രശ്നത്തിന്റെ വലിപ്പമോ കാലദൈർഘ്യമോ ഒന്നും നോക്കേണ്ടതില്ല. ജീവിക്കുന്ന കർത്താവ് നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവൻ നിന്നോട് ചോദിക്കുകയാണ്, വിശുദ്ധ ജീവിതം നയിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് എന്ന് പറഞ്ഞാൽ ആ നിമിഷം നീ വിശുദ്ധ ജീവിതത്തിന്റെ പടവുകളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങും. ഒരു സംശയമില്ല അതിനകത്ത്. ഇതിന് ആയികളെ പറയാനോ പരാതി പറയാനോ പെറുപെറുക്കാനോ അങ്ങോട്ട് നോക്കിയിരിക്കാൻ ഇങ്ങനെ അവരൊന്ന് വിശുദ്ധ അവർ കുടിക്കുന്നുണ്ടല്ലോ, അവർ വലിക്കുന്നുണ്ടല്ലോ, അവർ കഞ്ചാവ് എടുക്കുന്നുണ്ടല്ലോ, അവരങ്ങനെയാണല്ലോ. ഒന്നുമല്ല. അവരെ ഇവരെ നോക്കിയിരിക്കുന്നതല്ല വിശുദ്ധ ജീവിതം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പഠിക്കുന്നതാണ് വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. ഒറ്റ നിമിഷം മതി കർത്താവിൻ്റെ ഇടപെടാൻ. അതുകൊണ്ട് എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും മക്കളെ, ഹൃദയം കൊണ്ട് വിശ്വസിക്കേണ്ട ഒരു സത്യമുണ്ട്. എൻ്റെ കർത്താവ് അവൻ മരണത്തെ ജയിച്ചവനാണ്. എൻ്റെ ദൈവം മരണത്തെ ജയിച്ച് ഉദ്ധാനം ചെയ്ത് ഉദ്ധിതനായി ഇതാ എൻ്റെ കൂടെ എമ്മാനുവേൽ, ഗോഡ് വിത്ത് us, അവൻ്റെ കൂടെയുണ്ട്.